أعوذ بالله من الشيطان الرجيم وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأحدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഹജ്ജ് കാലം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയും ധാരാളക്കണക്കിന് ആളുകൾ, നിങ്ങളുടെ പലരുടെയും വീടുകളിൽ നിന്നടക്കം പലരും ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലരൊക്കെ യാത്ര പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഏതായാലും അത്തരം ഒരു ഹജ്ജ് കാലത്ത് ഹജ്ജിനെക്കുറിച്ചും കഅബയെക്കുറിച്ചും അതിലെ കർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കുക എന്നത് മുൻനിർത്തിയിട്ടുള്ള ചില എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ കഅബയെക്കുറിച്ച് പറയുണ്ടായി. കഅബയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. അതെന്നാണ് കഅബ ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് കഅബയുടെ ചില പ്രത്യേകതകൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഅബ സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഹറമിൻ്റെ ഒത്ത നടുക്കായിട്ടാണ്. മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് കഅബയുടെ ആ ചുറ്റുമുള്ള പ്രദേശം, ആ ഒരു ചുറ്റും നിർമ്മിക്കപ്പെട്ട ആ ഒരു പള്ളി കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവിലാണ് കഅബ വരുന്നത്. ആ കഅബ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പ്രദേശം, അതിനെ മത്താഫ് എന്ന് പറയും. മത്താഫ് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. തവാഫിനെ കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അപ്പോൾ മത്താഫ് എന്ന് പറയുന്ന ഒരിടത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ കഅബയെ കാണാൻ കഴിയുക. ആ കഅബയിൽ നമ്മൾ പറയുണ്ടായി 4 മൂലകളുണ്ട് എന്നാണ്. 4 മൂലകളിൽ ഒന്ന് ഹജറുൽ അസ്വദ് ഉള്ള ഒരു മൂലയാണ്. അത് റുക്ൻ അൽ ഹജറുൽ അസ്വദ് എന്ന് പറയും. മറ്റൊരു മൂല അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഉള്ള അത് റുക്നുൽ ഇറാഖി എന്നാണ്. ഇറാഖ് ഭാഗത്തേക്കുള്ളതാണത്. അടുത്തത് റുക്നു ഷാമി എന്നാണ്. ഷാമിനോട് ബിലാദു ഷാം എന്ന് പറയുന്ന നമ്മുടെ ഫലസ്തീനും സിറിയയും ആ പ്രദേശങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് ഷാം എന്ന് പറയുന്നത്. മറ്റൊന്ന് റുക്നുൽ യമാനി എന്നുള്ളതാണ്. ആ റുക്നുൽ യമാനി യമനും ഭാഗത്തേക്കുള്ളതാണ്. ഇതാണ് 4 മൂലകൾ എന്ന് പറയുന്നത്. ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയാണ് ഇങ്ങനെ കടന്നു പോവുക. അപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടോ? ഈ റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ആ ഒരു സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന ഫിൽ ആഖിറതി ഹസനത്തം വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന പ്രത്യേകം പഠിപ്പിച്ചത് കാണാൻ കഴിയും. മറ്റു സമയത്തൊക്കെ മറ്റു പ്രാർത്ഥനകളാവാം. മറ്റൊന്ന് കഅബയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അതിൽ ഹജറുൽ അസ്വദാണ്. ഹജറുൽ അസ്വദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്നതാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത കല്ലാണ്. ആ കല്ലിന് അതിൻ്റേതായ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചുംബിക്കാറുണ്ടായിരുന്നു, തൊടാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രത്യേകമായ ഒരു ഇടത്ത് അത് കഅബയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുമ്പ് അതൊരു പൂർണ്ണമായൊരു കല്ലായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞു, കഅബയുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് പല കേടുപാടുകളും അപകടങ്ങളും മറ്റൊക്കെ പല സമയത്ത് സംഭവിക്കുകയുണ്ടായി, ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ അത് ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലെ ഏറ്റവും വലിയൊരു കഷ്ണം ഒരു ഈത്തപ്പഴത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഹജറുൽ അസ്വദ്. മറ്റൊന്ന് കഅബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മഖാമു ഇബ്രാഹീമാണ്. മഖാമു ഇബ്രാഹിം നേരത്തെ നമ്മൾ ഓതിയ ആയത്തിൽ പണ്ടുണ്ടായിരുന്നു മഖാമു ഇബ്രാഹിം. അപ്പോൾ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താ? കഅബ നിർമ്മാണത്തിൻ്റെ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. അപ്പോൾ ആ കല്ലിങ്ങനെ കയറി നിന്നിട്ടാണ് പടുത്തിരുന്നത്. അത് കയറി നിന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാൽപാദങ്ങൾ അതിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇന്നും നമുക്കതിൽ കാണാൻ കഴിയും. ആ കല്ലുണ്ടായിരുന്നത്, മഖാമു ഇബ്രാഹിം ഉണ്ടായിരുന്നത് കഅബയുടെ വാതിലിനരികിലാണ്. ആ വാതിലിനരികിലായിരുന്നു അതുണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ആ വാതിലിനരികിലാണ് അതുണ്ടായിരുന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇങ്ങനെ ആളുകളൊക്കെ ധാരാളം വർദ്ധിച്ച ഒരു സമയത്ത് തവാഫ് ചെയ്യുന്നവർക്കൊക്കെ ഒരു തടസ്സം
അത് അവിടെ സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഉണ്ടായതുകൊണ്ട് അതിനെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത് കഅബയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇപ്പോൾ മഖാമു ഇബ്രാഹിം ഉള്ളത്. പിന്നീട് പിൽക്കാലത്ത് ഭരണാധികാരികൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ കൂടുകൾ ഒരുക്കി ഒരു ഒരു ചില്ലിൻ്റെ കൂട്ടിൽ അതിപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ മഖാമു ഇബ്രാഹീമിൻ്റെ പിറകുവശത്താണ് തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കാൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മഖാമു ഇബ്രാഹീമിൻ്റെ പിറകിലാണ്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. മറ്റൊന്ന് കഅബയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹിജ്ർ ഇസ്മായിലാണ്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ കഅബയോട് നമ്മൾ നേരത്തെ പറഞ്ഞു റുക്കുനുൽ ഇറാഖിയും അതുപോലെ തന്നെ റുക്കുനു ഷാമിയും, ആ 2 റുക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു അരമതിൽ ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ടാവും. ആ ഭാഗമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച സമയത്ത് കഅബയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു ഭാഗമായിരുന്നു അത്. പിൽക്കാലത്ത് നമ്മൾ പറഞ്ഞു ഖുറൈശികൾ ഇത് നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട വിധത്തിലുള്ള സമ്പത്ത് തികയാത്തത് കൊണ്ട് തന്നെ അവർ ആ ഭാഗം ഒഴിച്ചിടുകയാണ് ചെയ്തത്. ആ ഒഴിച്ച ഭാഗം ഇപ്പോൾ ഒരു അരമതിൽക്കെട്ടിനകത്തായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കഅബക്കുള്ളിൽ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. കഅബയുടെ ഭാഗമാണ്. അതിൻ്റെ പുറത്തൂടെയാണ് ഇങ്ങനെ തവാഫ് ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഹിജ്ർ എന്ന് പറഞ്ഞാൽ മടിത്തട്ട് എന്നൊക്കെയാണ് പറയുക. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം മേൽക്കൂരയിട്ട് അതിൻ്റെ താഴെ ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാം താമസിച്ചിരുന്നു കടന്നതെന്നൊക്കെ അതിൻ്റെ താഴെയായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അതിന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പേര് വന്നത് എന്നതും മറ്റു പല അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഇതാണ് കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അതിലെ റുക്കനുകളുണ്ട്, അതുപോലെ തന്നെ മഖാമു ഇബ്രാഹിമുണ്ട്, അതുപോലെ തന്നെ അതിലെ ഹിജ്ർ ഇസ്മായിലുണ്ട്. മറ്റൊന്ന് കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതി കഅബയുടെ കിസ്വ എന്ന് പറയുന്ന സംഗതിയാണ്. കിസ്വ എന്ന് പറഞ്ഞാൽ കഅബയെ മൂടുന്ന വലിയൊരു വിരിപ്പാണ്. അപ്പോൾ ആ കിസ്വ പുതപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പല പല അഭിപ്രായങ്ങളുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ കാലം മുതലേ അതിനൊരു വിരിപ്പിടാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല അത് പിൽക്കാലത്ത് പിന്നീടുണ്ടായതാണ് എന്നൊക്കെ ഉണ്ട്. ഏതായാലും ആ കിസ്വ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കറുത്ത പട്ടുകൊണ്ടാണ് ആ കിസ്വ ഉണ്ടാക്കുക. ആ കറുത്ത പട്ടിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുകൊണ്ടുള്ള കാലിഗ്രഫികളാണ് അതിലുള്ളത്. അതിൻ്റെ നൂലുകൾ കൊണ്ടുള്ള പ്രത്യേകമായ കാലിഗ്രഫികൾ അതിൽ ധാരാളമായിട്ടുണ്ട്. കിലോ കണക്കിന് സ്വർണവും കിലോ കണക്കിന് വെള്ളിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കിസ്വ നിർമ്മിക്കുന്നത്. ഇപ്പോൾ മുമ്പ് മറ്റു പല പ്രദേശങ്ങളിലും നിർമ്മിച്ചു കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ മക്കയിൽ തന്നെ അത് നിർമ്മിക്കാൻ പ്രത്യേക ഫാക്ടറി ഉണ്ട്, തൊഴിലാളികളുണ്ട്. ഓരോ വർഷവും കിസ്വ മാറ്റും. മുമ്പ് ദുൽഹജ്ജ് 9 ആയിരുന്നു അത് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുഹറം 1 ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്ന മുഹറം 1 ഈ കിസ്വ മാറ്റുന്ന ഒരു ചടങ്ങൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ കിസ്വ മാറ്റുകയും അത് ആദ്യത്തെ കിസ്വ മുമ്പുണ്ടായിരുന്ന കിസ്വ അത് മുറിച്ച് പ്രമുഖരായ വ്യക്തികൾക്കും മറ്റു പല ആളുകൾക്കുമൊക്കെ സമ്മാനിക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടർന്നു പോരുന്നത്. അപ്പോൾ അതാണ് കിസ്വ എന്ന് പറയുന്നത്. കഅബയുടെ വാതിലിന് പ്രത്യേകതയുണ്ട്. ആ വാതിൽ എന്ന് പറയുന്നത് അതിൽ സ്വർണ്ണമാണ്. ധാരാളം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ വാതിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനൊരു മുകളിൽ മേൽക്കൂര ഉണ്ടാക്കിയതിന് ശേഷം ഈ വെള്ളം വീഴുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകാനായിട്ടൊരു പാത്തി നിർമ്മിച്ചിട്ടുണ്ട്. ആ പാത്തിയും സ്വർണം കൊണ്ടുള്ള ഒരു പാത്തിയാണ് അത് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. കഅബയുമായി ബന്ധപ്പെട്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു സംഗതി സംസമാണ്. സംസം എന്ന് പറയുന്നത് ആ മത്താഫിൽ തന്നെയാണ് സംസം സ്ഥിതി ചെയ്യുന്നത്. കഅബയിലിനോട് ചേർന്നുകൊണ്ട് 10-20 മീറ്റർ അപ്പുറത്താണ് സംസമിൻ്റെ സ്ഥാനം. ഇന്ന് നമുക്കത് കാണാൻ കഴിയില്ല. മുമ്പ് കാലത്തൊക്കെ അത് സംസമിൻ്റെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അത് അവിടെ മുഴുവൻ അടച്ച് ഇട്ടിരിക്കുകയാണ്. താഴെയാണ് അതുള്ളത് സംസം കിണർ എന്ന് പറയുന്നത്. സംസമിൻ്റെ ചരിത്രവും നമുക്കറിയാം. അവിടെ ഹാജറ ബീവി കുഞ്ഞു ഇസ്മായിലുമായി താമസിക്കുന്ന സമയത്ത് വെള്ളമില്ലാത്ത ഒരു സമയത്ത് വെള്ളം അന്വേഷിച്ച് ഹാജറ ബീവി ഓടുകയാണ്. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ കുഞ്ഞിസ്മായിൽ കിടന്നിരുന്ന ഇടത്ത്
ഒരു ഉറവ ഉണ്ടാകുന്നത്. മലക്ക് ജിബ്രീൽ വന്ന് ചിറകിട്ടടിച്ച് അവിടെ ഒരു ഉറവ രൂപപ്പെട്ടു എന്നൊക്കെ അതിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഉറവ ഇങ്ങനെ വന്ന് ആ വെള്ളം ഇങ്ങനെ പരക്കുന്ന സമയത്ത് ഹാജറ ബീവി "സമീ സമീ" എന്ന് പറഞ്ഞു എന്നാണ്. സമീ സമീ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരുമിച്ച് കൂടട്ടെ, അത് നിൽക്കട്ടെ എന്ന രൂപത്തിൽ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ അതൊന്ന് കെട്ടി നിൽക്കട്ടെ എന്നുള്ള രൂപത്തിൽ സമീ സമീ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് സംസം എന്ന് പറയുന്ന വാക്കുണ്ടായത് എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഭാഷാപരമായ ചർച്ചയൊക്കെ കാണാൻ കഴിയും. ഏതായാലും ആ കിണർ വളരെ അത്ഭുതകരമായ ഒരു കിണറാണ്. അത്രയേറെ കാലങ്ങൾ പിന്നിടുമ്പോഴും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ അവരൊക്കെയും ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടും ഉറവ വറ്റാത്ത ഒരു കിണറായിട്ട് സംസം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും ആ കഅബയും കഅബയോട് ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആ മതാഫിലേക്ക് ഇറങ്ങി ഈ കാണുന്ന ഒരു കാര്യങ്ങളുടെയൊക്കെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ അവരൊക്കെയും അനുഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.